ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കാണുന്നതാണ് ഞങ്ങളുടെ കലയന്താനി സെൻറ്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ. സനമോൾ ഇപ്പോൾ ഈ സ്കൂളിലാണ് കേട്ടോ പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഈ സ്കൂളൊന്ന് കാണിക്കാമെന്ന് കരുതിയാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണണേ. ഈ കാണുന്ന ബിൽഡിംഗ് ആണ് +2 വിഭാഗം. ഇവിടെ ഹ്യൂമാനിറ്റീക്സും കൊമേഴ്സുമാണ് ഉള്ളത്. സ്നേഹ ഇവിടെ ഹ്യൂമാനിറ്റീക്സ് വിഭാഗത്തിലാണ് പഠിച്ചത്. ഫുൾ A+ഓട് കൂടിയാണ് അവൾ ജയിച്ച് പുറത്തേക്ക് പോയത്. ഇനിയിപ്പോൾ ഈ കാണുന്ന ബിൽഡിംഗ്, സൈഡിൽ കാണുന്ന ബിൽഡിംഗാണ് UP വിഭാഗം. അതിനപ്പുറത്താണ് ഈ മരത്തിൻ്റെയൊക്കെ പുറകിലായിട്ട് കാണുന്ന ആ ബിൽഡിംഗാണ് ഹൈസ്കൂൾ വിഭാഗം. അപ്പോൾ ഇവിടെ 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയാണ് ഉള്ളത്. കലയന്താനി സ്കൂളിന് 76 വർഷം പഴക്കമുണ്ട് കേട്ടോ. അറിയപ്പെടുന്ന പല പ്രമുഖ വ്യക്തികളും ഈ സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയവരുണ്ട്. എടുത്തു പറയുകയാണെങ്കിൽ ടോമിൻ കെ തച്ചങ്കരി സാറ്, അതുപോലെ തന്നെ ബേബി ജോൺ കലയന്താനി ഒക്കെ ഇവിടെ നിന്നും പഠിച്ചു പോയവരാണ്. അനേകം സിസ്റ്റേഴ്സും വൈദികരുമുണ്ട്. മറ്റ് ജോലികളിൽ ഏർപ്പെടുന്ന അനേകം ആളുകളുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സ്കൂളിൽ നിന്നും പഠിച്ചു പോയവർ ജോലി ചെയ്യുന്നുണ്ട്. ആ കാണുന്നതാണ് എൻ്റെ മെയിൻ ഗേറ്റ് കേട്ടോ. ഈ കാണുന്നത് സ്കൂളിൻ്റെ കിച്ചണാണ്. സ്നനയുടെ സ്കൂളായതുകൊണ്ട് തന്നെ അവൾ മുന്നിൽ ഓടി പോകുന്നുണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ സ്കൂളിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വന്നു. വളരെ മനോഹരമായ ഒരു സ്കൂളാണ്. ആ പഴമ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ആണ് അതിൻ്റെ പുതുക്കിപ്പണികളൊക്കെ നടത്തിയത്. വളരെ മനോഹരമാണ്. നല്ല വിശാലമായ അസംബ്ലി ഗ്രൗണ്ടൊക്കെ ഉണ്ട്. ഇതാണ് ഓഫീസ് റൂം. മുകളിലേക്ക് ക്ലാസ്സുകളുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം ചെടികളൊക്കെ നട്ടുവെച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഈ അടുത്തിടെയാണ് സ്കൂളിൻ്റെ പുതുക്കിപ്പണികളൊക്കെ നടന്നത്. എൻ്റെ മക്കൾ ഇവിടെ 19 മുതൽ സ്നേഹ ഇവിടെ പഠിക്കാൻ തുടങ്ങിയതാണ്. അവൾ 8ാം ക്ലാസ്സിലാണ് ഇവിടെ പഠിക്കാനായിട്ട് വന്നത്. 8, 9, 10, 11, 12 ഇത്രയും ക്ലാസ്സുകളിൽ ഈ സ്കൂളിലാണ് പഠിച്ചത്. ഇവിടെ നിന്നും ഫുൾ A+ഓട് കൂടി 10ാം ക്ലാസ് ജയിച്ചു. അതുപോലെ തന്നെ ഫുൾ A+ഓട് കൂടി 12ാം ക്ലാസ്സും ജയിച്ചു. ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിലായിരുന്നു +2 പഠിച്ചത്. സോഷ്യോളജി, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ജേർണലിസം, ഇങ്ങനെ ഈ 4 വിഷയങ്ങൾ അടങ്ങിയ ഒരു ഹ്യൂമാനിറ്റീക്സ് വിഭാഗമാണ് നമുക്കിവിടെയുള്ളത്. അതാണ് സ്നേഹ പഠിച്ചത്. ഇവിടെ എല്ലാം ചെടികളൊക്കെ നട്ടുവെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് കുട്ടികളുടെ പ്ലേ ഗ്രൗണ്ട്. അത് സ്കൂളിന് അല്പം താഴെയാണ്. ഒരു പഴയ കവിത ഓർമ്മ വരുന്നു. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം. ഇവിടെ ഒരു നെല്ലിമരം നിൽക്കുന്ന കണ്ടപ്പോഴാണ് എനിക്ക് ആ കവിത ഓർമ്മ വന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്കൂളിൻ്റെ മുൻഭാഗത്തേക്ക് വന്നു. വീണ്ടും ഇവിടെ കുട്ടികൾക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഈ വരാന്തേക്കോടെ അപ്പുറത്തേക്ക് കുറച്ച് നടന്നു. അവിടെ നിന്ന് നോക്കിയാലും നമ്മൾക്ക് താഴത്തെ ഗ്രൗണ്ട് കാണാം കേട്ടോ. ഈ കാണുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കമ്പ്യൂട്ടർ ലാബാണ്. അങ്ങനെ ഞങ്ങൾ ഇങ്ങറ്റത്തേക്ക് വന്നു. വളരെ മനോഹരമാണ്. ഇവിടെ നിന്ന് നമുക്ക് ചുറ്റും നോക്കിയാൽ കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ്. അപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, ഇവിടുത്തെ കുട്ടികൾ എത്ര അനുഗ്രഹീതരാണെന്ന്. വളരെ പ്രകൃതി മനോഹരമായ ഒരു സ്ഥലം. അവിടെ ഇരുന്ന് പഠിക്കുവാനുള്ള അവസരം കിട്ടിയ ആ കുട്ടികൾ വളരെ അനുഗ്രഹീതരാണ്. അപ്പോൾ എൻ്റെ മക്കളും ആ കൂട്ടത്തിൽ പെടുന്നു. അങ്ങനെ ഇവിടെ നിന്ന് ഈ ചുറ്റുപ്രദേശങ്ങളൊക്കെ ഞങ്ങളൊന്ന് നോക്കിക്കണ്ടു. ഞങ്ങൾ നേരത്തെ ആദ്യം കലയന്താനിയിൽ വന്നപ്പോൾ ഈ സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഞങ്ങൾ താമസിച്ചിരുന്നത്. മരങ്ങളെല്ലാം നല്ലതുപോലെ പൂത്തുലഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. വളരെ ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുവാണെങ്കിൽ നമുക്കിവിടെ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഉണ്ട് കേട്ടോ. ഇംഗ്ലീഷ് പഠിക്കേണ്ട കുട്ടികൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിൽ പഠിക്കേണ്ട കുട്ടികൾക്ക് മലയാളത്തിലും പഠിക്കാനുള്ള അവസരമുണ്ട്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. നല്ല മാനേജ്മെൻറ്റാണ്. എല്ലാ രീതിയിലുള്ള സഹകരണങ്ങളും ടീച്ചേഴ്സിൽ നിന്നും
പ്രതീക്ഷിക്കാം. അപ്പോൾ കുട്ടികൾക്ക് എന്തുകൊണ്ടും പഠിക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഇവിടുന്ന് താഴേക്കൊരു സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. അവിടെ താഴെ ഇറങ്ങി ചെല്ലുമ്പോഴേക്കും അവിടെ ഒരു റൂം ബയോളജി ലാബും മറ്റൊന്ന് ലൈബ്രറിയുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് സ്കൂളിൻ്റെ ബിൽഡിങ്. അപ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്ന വീട് കാണിച്ചു തരാമെന്ന് പറഞ്ഞായിരുന്നല്ലോ, അത് കാണിച്ചു തരാവേ. അതിന് മുമ്പ് സ്കൂളിൻ്റെ ദൂരെ നിന്നുള്ള ആ ഒരു വ്യൂ, മൊത്തത്തിലുള്ള ആ വ്യൂ ഒന്ന് ഞാൻ കാണിച്ചു തരാം. എന്താ ഇത് കണ്ടോ, ഞങ്ങളുടെ മനോഹരമായ സ്കൂൾ. ഇവിടെയാണ് പൈപ്പ് സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. എന്താ ഈ താഴെ കാണുന്ന പൊതിഞ്ഞു കെട്ടിയിരിക്കുന്ന ഒരു ബിൽഡിങ് കണ്ടോ, അവിടെയാണ് ഞങ്ങൾ ആദ്യം വന്ന് താമസിച്ചിരുന്ന ആ ഓടിട്ട ബിൽഡിങ്. അങ്ങനെ സ്കൂളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ കയറിപ്പോയി അതേ ഗേറ്റിലൂടെ തന്നെ തിരിച്ചു പുറത്തേക്ക് വന്നു കേട്ടോ. കാരണം മെയിൻ ഗേറ്റ് തുറന്നിട്ടുണ്ടായിരുന്നില്ല. ദാ ഇവിടുന്ന് ഒരു വഴി തിരിഞ്ഞു പോകുന്നത് കണ്ടോ, ആ വഴിയിലൂടെയാണ് മെയിൻ ഗേറ്റിലേക്ക് പോകുന്നത്. പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങി വരുന്ന ഈ ഒരു ഭാഗത്തൂടെ നമുക്ക് പള്ളിയിലേക്കും പോകാം കേട്ടോ. പള്ളിയിലേക്ക് സാധാരണ വാഹനങ്ങളെല്ലാം പോകുന്നത് ഈ ഒരു വഴിയിലൂടെയാണ്. അപ്പുറത്ത് വഴിയുണ്ടെങ്കിലും കൂടുതലും വണ്ടികൾ ഇതുവഴിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്ങൊക്കെ പള്ളിയുടെ തന്നെ പാരിഷ് ഹാളും മറ്റുമൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ജംഗ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു വഴിയിലൂടെ കൂടി നമുക്ക് പള്ളിയിലേക്കും ഓഡിറ്റോറിയത്തിലേക്കൊക്കെ കടന്നു പോകാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.